സിനിമാ സീരിയൽ നടി ആൻമരിയ ചുരുങ്ങിയ സമയം കൊണ്ടാണ് പ്രേക്ഷക പ്രീതി നേടിയെടുത്തത്. സോഷ്യൽ മീഡിയ ലോകത്ത് പാലാക്കാരി അച്ചായത്തി എന്ന പേരിൽ അറിയപ്പെടുന്ന ആൻമരിയയുടെ രണ്ടാം വിവാഹമെല്ലാം വൈറലായിരുന്നു. പാലാ സ്വദേശിയും സോഫ്റ്റ്വെയർ എഞ്ചിനീയറും യൂട്യൂബ് വ്ളോഗറുമായ ഷാൻ ജിയോയെയാണ് ആനിനെ വിവാഹം ചെയ്തത്. ഇരുവരുടെയും രണ്ടാം വിവാഹമായിരുന്നു. എന്നാൽ കുറച്ചു നാളുകൾക്ക് മുൻപ് ഇരുവരും വേർപിരിഞ്ഞു. ആൻമരിയയുടെ ആദ്യ വിവാഹം 21 വയസ്സിലായിരുന്നു. ആ ബന്ധത്തിൽ നടിക്കൊരു മകളുണ്ട്. ഇപ്പോഴിതാ രണ്ട് ദാമ്പത്യവും തകരാനുള്ള കാരണങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് ആൻമരിയ. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം. 2 വിവാഹമോചനങ്ങൾ എന്നത് തൻ്റെ വിധിയായിരിക്കുമെന്നും ആൻമരിയ പറയുന്നു. 21 വയസ്സിലായിരുന്നു എൻ്റെ ആദ്യ വിവാഹം. അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ഗൾഫിലായിരുന്നു ഭർത്താവ്. അന്ന് ഗൾഫിൽ ജോലിയുള്ള ആളുമായി പെൺകുട്ടികളുടെ വിവാഹം നടത്തുന്നത് വലിയ സംഭവമായിരുന്നു. നാട്ടിൽ ജോലിയുള്ള പലരും ഇഷ്ടപ്പെട്ട് പെണ്ണ് ചോദിച്ചു വന്നിരുന്നു. അന്ന് അതൊക്കെ വേണ്ടെന്ന് പറഞ്ഞു. വിവാഹം കഴിഞ്ഞ് മോൾക്ക് 3.5 വയസ്സായപ്പോഴാണ് ഞങ്ങൾ വേർപിരിഞ്ഞത്. എൻ്റെ 2 വിവാഹമോചനങ്ങളും എൻ്റെ വിധിയായിരിക്കും. അതുകൊണ്ട് ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. എന്നെ വിവാഹം ചെയ്ത് 2 പേർക്കും ഇഷ്ടപ്പെടാത്ത ക്യാരക്ടറായിരിക്കാം ഞാൻ. അതുകൊണ്ടാകും വേർപിരിഞ്ഞത്. ഞാൻ ഓപ്പൺ മൈൻഡഡാണ്. ഇമോഷൻസ് എല്ലാം പ്രകടിപ്പിക്കുന്ന കൂട്ടത്തിലുമാണ്. ഞാൻ പെട്ടെന്ന് കരയുന്നു എന്നത് പരാതിയായി മുൻ ഭർത്താക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ദാമ്പത്യത്തിൽ അണ്ടർസ്റ്റാൻഡിങ് ഒരാൾക്ക് മാത്രം പോരാ, 2 പേർക്കും വേണം. മുൻ ഭർത്താക്കന്മാരുടെ ഫാമിലിയുടെ സപ്പോർട്ട് എനിക്കിപ്പോഴും കിട്ടുന്നുണ്ട്. ആദ്യത്തെ വിവാഹത്തിന് ശേഷം ചെറിയ അമ്മായിയമ്മ പോരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഭർത്താവും ആ സമയത്ത് നാട്ടിലുണ്ടായിരുന്നില്ല. കുത്തുവാക്കുകൾ കേട്ടിട്ടുണ്ട്. മോളുടെ ആദ്യ കുർബാനയ്ക്ക് ആദ്യ ഭർത്താവിൻ്റെ കുടുംബം വന്നിരുന്നു. 2 കല്യാണം കഴിച്ചു, 2 ഡിവോഴ്സായി. അതിൻ്റെ പേരിൽ എന്നെ ആളുകൾ വേറൊരു കണ്ണിലൂടെ നോക്കിയാലും എനിക്ക് പ്രശ്നമില്ലെന്നും ആൻമരിയ പറയുന്നു. 3ഉം 4ഉം വിവാഹം കഴിക്കുന്നവർ വരെ സമൂഹത്തിലില്ലേ? സീരിയൽ ഫീൽഡിലേക്ക് വന്ന ശേഷമാണ് എനിക്ക് ആൺ സൗഹൃദങ്ങൾ ഉണ്ടായത്. അവരെയെല്ലാം എൻ്റെ 2ാം ഭർത്താവായിരുന്ന ഷാനിന് അറിയാവുന്നവരായിരുന്നു. ആദ്യ ഭർത്താവും ഞാനും കുടുംബജീവിതം നയിച്ചിരുന്നപ്പോൾ പുള്ളി ഗൾഫിലും ഞാൻ നാട്ടിലുമായിരുന്നു. അതേസമയം പുള്ളി എന്നെ ഗൾഫിലേക്ക് കൊണ്ടുപോയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ പിരിയുമായിരുന്നില്ല. 2ാം വിവാഹം എന്നത് ആലോചനയിലില്ലായിരുന്നുവെന്നും ബന്ധുക്കൾ നിർബന്ധിച്ചപ്പോഴാണ് വിവാഹത്തിന് തയ്യാറായതെന്നും ആൻമരിയ പറയുന്നു. 7-8 വർഷത്തോളം ഞാൻ സിംഗിൾ മദറായി ജീവിച്ച ശേഷമാണ് സുഹൃത്തുക്കൾ വഴി ഷാനിൻ്റെ പ്രപ്പോസൽ വന്നത്. കുടുംബങ്ങൾ തമ്മിലും അറിയാമായിരുന്നു. ഷാൻ സ്ട്രിക്റ്റ് ആണ്. അമൽ ജ്യോതിയിൽ കുറച്ചുകാലം അധ്യാപകനായിരുന്നു. എനിക്ക് അത്രയും സ്ട്രിക്ട്നെസ്സിൽ പോകാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം. പുള്ളി കർക്കശക്കാരനാണ്. അദ്ദേഹവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഞാൻ അതിൽ നിന്നെല്ലാം വ്യത്യസ്തയാണ്. പിന്നെ ഒരുപാട് വഴക്കിലേക്ക് പോയി പിരിയുന്നതിലും നല്ലത് നേരത്തെ പിരിയുന്നതല്ലേ? സിംഗിൾ മദറായി ജീവിക്കണമെന്നതാകും ചിലപ്പോൾ എനിക്ക് ദൈവം വിധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആരെയും കുറ്റം പറയുന്നില്ല. മോളുടെ സമ്മതം 2ാം വിവാഹത്തിനുണ്ടായിരുന്നു. മാത്രമല്ല ഷാനുമായി മോള് പെട്ടെന്ന് തന്നെ കമ്പനിയായി. പിന്നെ ഒരുപാട് സ്ട്രിക്ട്നെസ് മോൾക്കും ഇഷ്ടമല്ല. അവൾക്കും ശ്വാസം മുട്ടിത്തുടങ്ങി. എനിക്കെപ്പോഴും എൻ്റെ മകളാണ് പ്രധാനം. അത് കഴിഞ്ഞിട്ടേ എനിക്ക് എൻ്റെ അമ്മ പോലുമുള്ളൂ. നമ്മൾക്ക് നമ്മൾ മാത്രം മതിയെന്ന് മോള് തന്നെ എന്നോട് പറഞ്ഞു. എനിക്ക് അമ്മയും അമ്മയ്ക്ക് ഞാനും മതിയെന്ന് പറഞ്ഞു. ശരിയാകും.